തലസ്ഥാനത്തെ CPM-ൽ പൊട്ടിത്തെറി. MV ഗോവിന്ദനെ സാക്ഷിയാക്കി നേതാക്കളുടെ വാഗ്വാദം, പോർവിളി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തീപാറും പോരാട്ടങ്ങൾക്കിടെ തലസ്ഥാനത്തെ CPM-ൽ കടുത്ത വിഭാഗീയതയും പൊട്ടിത്തെറിയും. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നേതാക്കൾ തമ്മിൽ അതിരൂക്ഷമായ വാഗ്വാദങ്ങളും പോർവിളിയുമുണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാന തർക്കങ്ങളെല്ലാം. നഗരപരിധിയിലെ നെടുങ്കാട് അടക്കമുള്ള വാർഡുകളിൽ ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയുടെ പ്രവർത്തനം പോരെന്ന വിമർശനം ആദ്യ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അടക്കം പറച്ചിലായി ഉയർന്നു. ഈ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത ജില്ലാ സെക്രട്ടറി വി ജോയി ചുമതലയേൽപ്പിച്ചവർ അത് നിർവഹിക്കാത്തത് കഷ്ടമാണെന്ന് പരാമർശിച്ചു. ഇത് കേട്ട ഉടനെ കമ്മിറ്റിയിൽ എഴുന്നേറ്റ കരമന ഹരി വി ജോയിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ക്ഷോഭിച്ചു. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി പാർട്ടി ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന കാലത്ത് തലസ്ഥാനത്ത് CPM-ന് വേണ്ടി വിയർപ്പൊഴുക്കിയതിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു ഹരിയുടെ മറുപടി. ഇത് പലപ്പോഴും വി ജോയിക്കെതിരായ വ്യക്തിപരമായ പരാമർശങ്ങളായി മാറി. ഈ വാദപ്രതിവാദങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ടും MV ഗോവിന്ദൻ മൗനം പാലിച്ചു. സംഭവം വഷളായപ്പോൾ വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന മട്ടിൽ വി ജോയി വിഷയം ലഘൂകരിച്ചെങ്കിലും പാർട്ടിക്കകത്ത് പ്രശ്നം നീറുന്നുണ്ട്. ഇതിന് തൊട്ടുമുമ്പ് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സമാന രീതിയിൽ തർക്കങ്ങൾ അരങ്ങേറി. ജില്ലാ സെക്രട്ടറിയുടെ വിമർശനങ്ങളോട് മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനും അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഇടപെടലും വിമത സാന്നിധ്യവും ഒക്കെയായിരുന്നു കടകംപള്ളിക്കെതിരായ പ്രധാന കുറ്റപത്രം. എന്നാൽ താൻ ജില്ലാ സെക്രട്ടറിയായ നാളു മുതൽ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന മറുവാദമാണ് കടകംപള്ളി ഉയർത്തിയത്. ഈ മറുവാദത്തെ ജില്ലാ സെക്രട്ടറിയോ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായിരുന്ന MV ഗോവിന്ദനോ ഏറ്റുപിടിക്കാൻ പോയതുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 45 സീറ്റ് ഉറപ്പാണെന്നും 10 സീറ്റിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നതെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വിമത സാന്നിധ്യമുള്ളിടത്തോ വിമർശനമുയർന്ന ഇടങ്ങളിലോ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ നിലവിലെ പൊട്ടിത്തെറി അതിരൂക്ഷമാകും. തലസ്ഥാനത്ത് കാര്യങ്ങൾ കൈപ്പിടിയിലാക്കാൻ സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം.